അധ്യക്ഷ ഡോക്ടർ ശ്രീലത വർമ്മ, പ്രിയപ്പെട്ട എസ്.കെ. വസന്തൻ മാസ്റ്റർ, അശോകൻ ചെരുവിൽ, മുമ്പത്ത് ഇപ്പോൾ പ്രസംഗം അവസാനിപ്പിച്ച ശ്രീ എം നാരായണൻ മാഷ്, അക്കാദമി സെക്രട്ടറി അബൂബക്കർ സാറുണ്ട്, CR ദാസ് മാഷുണ്ട്. വേദിയും സദസ്സും ഒരുപോലെ തന്നെ സാംസ്കാരിക ഔന്നത്യം കൊണ്ട് നിറഞ്ഞ ഈ ഒരു സന്ദർഭത്തിലേവർക്കും നമസ്കാരം. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലൊക്കെ ഒന്ന് ഒരുങ്ങി വന്നിരുന്നു. കൃത്യമായ വിഷയങ്ങൾ എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലോ. പക്ഷെ നാരായണ മാഷ് ഇവിടെ മാർക്സ് എന്തുകൊണ്ടോ ഹ്യൂഗോയെ വേണ്ടത്ര സൂചിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ക്ലാസ്സിലൊരു അധ്യാപകൻ ഒരു റിമാർക്ക് പാസ്സാക്കുമ്പോൾ അതിൽ ചില കുട്ടികൾ അത് കേൾക്കുമ്പോൾ മനസ്സ് പിന്നിലേക്ക് പോകുമല്ലോ. നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് അങ്ങനെ ഇല്ലേ, അങ്ങനെയുണ്ടോ, മാഷ് ചോദിച്ച പോലെ എന്തായിരിക്കാം കാരണം. അപ്പം അങ്ങനെ കുറച്ചൊന്ന് പിന്നിലേക്ക് പോയി. എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാനൊരല്പം മനസ്സുകൊണ്ട് മാറിയോ എന്നുള്ളൊരു അങ്കലാപ്പ് ഇപ്പോഴുണ്ട്. എന്തായാലും അവസാനത്തെ പ്രഭാഷണമാണ്. ഒരുപക്ഷെ നമ്മുടെ സമകാലിക കേരളീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുകൂടി നമ്മുടെ മനസ്സ് അറിയാതെ പരസ്പരം ബന്ധിപ്പിച്ചു പോകുന്ന ഒരു വിഷയമാണ് ഴാങ് വാൽ ഴാങ്, കുറ്റവാളിയും സമൂഹവും എന്നുള്ളത്. നേരത്തെ നമ്മൾ കേട്ടു, വർഗപരമായ ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ സാമൂഹികമായ അസമത്വത്തിൻ്റെ ഒരു ആശയതലത്തിൽ നിന്നുകൊണ്ട്, അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അതിലെ പ്രമേയം വികസിക്കുന്നത്. വിശപ്പ് എന്ന് പറയുന്ന എല്ലാ ജനതയ്ക്കും ഒരുപോലെ ബാധകമായ, എന്നാൽ വേണ്ടത്ര ഇടം കണ്ടിട്ടില്ലാത്ത, സാഹിത്യത്തിൽ ഇടം കണ്ടിട്ടില്ലാത്ത ആ പരമമായ പ്രമേയത്തെ ലോകത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെ, അത് മലയാളി വായിച്ച പല തരങ്ങളെ, വിധങ്ങളെ ഈ ഒരു പകലിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 1862 തന്നെ, അതായത് പുസ്തകമിറങ്ങി അധികകാലം ആകുന്നതിന് മുൻപ് തന്നെ ഇറ്റാലിയൻ പരിഭാഷ പാവങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇറ്റാലിയൻ പരിഭാഷ നിർവഹിച്ച മുസിയു ഡെയ്ലി എന്ന് പറയുന്ന അവിടുത്തെ സാഹിത്യകാരന് വിക്ടർ ഹ്യൂഗോ ഒരു കത്തെഴുതുന്നുണ്ട്. പാവങ്ങളുടെ പതിപ്പിൽ തന്നെ ആ കത്തുകൂടി നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം അതിന് കാരണമായത് ഇദ്ദേഹം ഇറ്റാലിയൻ തർജ്ജമക്കാരൻ ഹ്യൂഗോക്ക് അയച്ച ഒരു കത്താണ്. ഇറ്റലിയിൽ അതെങ്ങനെയാണ് വായിക്കപ്പെട്ടത്? ഇറ്റലിയിൽ പല ആൾക്കാരും വളരെ ബോധപൂർവം തന്നെ പാവങ്ങൾ പരിഭാഷയെ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള അതിൻ്റെ പ്രമേയത്തെ ഒരു ഫ്രഞ്ച് കെട്ടുകഥയായി മാത്രം കണ്ടാൽ മതിയാകും. അതല്ലെങ്കിൽ അത് ഫ്രാൻസിലെ പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ, ആഭ്യന്തര കലഹ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായി വന്ന ഒരു കഥയോ അല്ലെങ്കിൽ കെട്ടുകഥയോ, ആ വാക്ക് തന്നെയാണ് അവിടെ ഒരു കെട്ടുകഥയോ ആയിട്ട് വായിച്ചാൽ മതി. വളരെ സുഗമമായ രീതിയിൽ, ദീർഘമാണെങ്കിലും ഒരുപാട് കഥകൾ ഉള്ളടങ്ങിയ ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ നമുക്കത് വായിച്ചു പോകാം. ഈ ഒരു സമീപനത്തിന് വളരെയധികം പ്രചാരം കിട്ടിയ, അല്ലെങ്കിൽ പ്രചാരം കിട്ടിത്തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസിയു ഡെയ്ലി വിക്ടർ ഹ്യൂഗോയ്ക്ക് കത്തയക്കുന്നതും അദ്ദേഹം അതിതീവ്രമായ ഭാഷയിൽ അതിന് ഒരു മറുകുറിപ്പ് എഴുതുന്നതും. അതിലൊരു വാചകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഈ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു കാര്യകാരണ ബന്ധം അതിനകത്ത് നിന്ന് കണ്ടെടുക്കാം. അപ്പോൾ പറയാണ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പല പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു ജനതയുടെ കഥയല്ല. എവിടെയൊക്കെ ദാരിദ്ര്യവും വിശപ്പും പട്ടിണിയുമുണ്ടോ, സ്ത്രീകൾ നരകിക്കുന്നുണ്ടോ, കുട്ടികൾ ഒന്നുമില്ലായ്മയിൽ കഷ്ടപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം ഈ പുസ്തകം വാതിൽ തട്ടി വിളിക്കും, തുറക്കൂ എന്ന് പറയും. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ ചുണ്ടിയെടുത്ത രൂപമാകുന്ന തട്ടിപ്പറി നിങ്ങളുടെ മലമ്പ്രദേശങ്ങളിൽ പാർത്തു വരുന്നില്ലേ. ആലപ്പാടിൻ്റെ ആ തർജ്ജമയുടെ ഒരു മനോഹാരിത കൂടിയാണ് നമ്മൾ കാണുമ്പോൾ. നിങ്ങളുടെ മലമ്പ്രദേശങ്ങളിലും ഈ വാക്കില്ലേ സഹോദര എന്നാണ് ചോദിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ ചുണ്ടിയെടുത്ത രൂപമാകുന്ന തട്ടിപ്പറി. ഇവിടെ കുറ്റം എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന, അഥവാ തെറ്റ് എന്നാണോ പറയേണ്ടതെന്ന് പല സന്ദർഭങ്ങളിലും തോന്നും. നമ്മുടെ പ്രത്യേകിച്ചും കേരളീയ സാഹചര്യത്തിൽ തെറ്റിനെയും കുറ്റത്തെയും ഒരുപോലെ കെട്ടിപ്പറയുന്ന ഒരു രീതിയുണ്ട്. എന്തായാലും കുറ്റമെന്നും സാമൂഹിക ക്രമത്തെ അട്ടിമറിക്കുന്ന അതിക്രമങ്ങളെന്നും ഒക്കെ നമ്മൾ പറയുന്ന അത്തരം പ്രവൃത്തികളും ക്രിയകളും അതിൻ്റെ കാരണമായിട്ട് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന, അഥവാ കണ്ടെടുക്കേണ്ട വർഗപരമായ ഉള്ളടക്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ രണ്ട് വാക്കുകൾ. ദാരിദ്ര്യത്തിൻ്റെ ചുണ്ടിയെടുത്ത രൂപമാണ് ഈ തട്ടിപ്പറി. ഴാങ് വാൽ ഴാങ് ചെയ്ത ആ തട്ടിപ്പറിയാണല്ലോ ഏറ്റവും ആദ്യം തുടങ്ങി 4 തട്ടിപ്പറികളിലൂടെയെങ്കിലും അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഈ തട്ടിപ്പറിക്കലുകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്?
ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഈ തട്ടിപ്പറി എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു പെരും പ്രമേയത്തെ മുൻനിർത്തിയാണ് നോവലും വികസിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ലോക ജനതയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഈ ഒരു തലത്തിൽ തന്നെയാണ്. അപ്പം നിങ്ങളൊക്കെ, അല്ലെങ്കിൽ ഉപരിവർഗവും കീഴ്വർഗവും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു കാര്യമായിട്ടാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ, സാമൂഹികമായ അസമത്വത്തിൻ്റെ ഒരു ഉൽപ്പന്നം ആയിട്ടാണ് ഇവിടെ കുറ്റം എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഴാങ്വാൽ ഴാങ്ങിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളുടെ ആ ഒരു ദീർഘമായ ഒരു ചരിത്രത്തെ ഇവിടെ നമുക്ക് സ്ഥാനപ്പെടുത്താൻ, പ്ലേസ് ചെയ്യാൻ നമുക്ക് സാധിക്കുക. 1795 തടവിലാക്കപ്പെട്ട് 1833 മരിക്കുന്നത് വരെയുള്ള നായകൻ്റെ കഥയാണ് നോവൽ പറയുന്നത്. ഈ ഒരു കാലം ഫ്രഞ്ച് രാഷ്ട്രീയവുമായിട്ടും ലോക രാഷ്ട്രീയവുമായിട്ടും ഒക്കെ തന്നെ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പല പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞു. യാദൃശ്ചികമായി അല്ലെങ്കിൽ പെട്ടെന്നൊരു കൗതുകകരമായ രീതിയിൽ ഓർമ്മ വന്ന ഒരു കാര്യം കൂടി പറയട്ടെ. 1871 പാരീസ് കമ്മ്യൂൺ, കെയ്യൻ്റെ പ്രഭാഷണത്തിൽ കൃത്യമായിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പിന്നീടുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് പാരീസ് കമ്മ്യൂണിൻ്റെ രൂപീകരണവും ഒക്കെ അവിടെ പറയുകയുണ്ടായി. മാർച്ച് 28 1871 പാരീസ് കമ്മ്യൂൺ രൂപപ്പെടുന്നത്. അതിൻ്റെ ഒരു ദിവസത്തിൽ കൂടിയാണ് നമ്മളിന്നിപ്പോൾ ഈ ഒരു കൃതി ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ഴാങ്വാൽ ഴാങ് വരുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ എങ്ങനെയാണ് കുറ്റവാളിയെ സമൂഹം കാണുന്നത്, സമൂഹത്തിൽ നിന്ന് കുറ്റവാളിക്ക് ഏതൊക്കെ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ഈ രണ്ട് തരത്തിലും സമൂഹത്തെ എങ്ങനെയാണ് ഒരു കുറ്റവാളി വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് സ്ഥാനപ്പെടുത്താൻ നോക്കുന്നത്, സാധാരണമായ രീതികളിലേക്ക്, ഒരു നോർമലൈസേഷൻ്റെ, സാധാരണീകരണത്തിൻ്റെ ഒരു പ്രക്രിയയിലേക്ക് കുറ്റവാളി പതുക്കെ അടുക്കുമ്പോൾ അതിൻ്റെ എത്രയോ തീവ്രമായ ഒരു പ്രവർത്തനത്തോടു കൂടിയിട്ട് സമൂഹം അയാളെ മാറ്റിക്കളയുന്ന, അരികുകളിലേക്ക് പോലും അല്ലാതെ തള്ളി നീക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് നമുക്ക് ഫൻതീൻ എന്ന് പറയുന്ന ആ ഒരു ആദ്യ പുസ്തകത്തിൽ ദീർഘമായി അതിൻ്റെ വിവരണങ്ങളുണ്ട്. ഇടയ്ക്ക് വെച്ചൊരു കാര്യം കൂടി, അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ സവിശേഷമായ ഒരു ശ്രദ്ധയിലേക്ക് ഒരു വിഷയമായിട്ട് ഇവിടെ വന്നില്ലെങ്കിലും ഏറ്റവും ദീർഘമായ ആ ഒരു 1-ാമത്തെ അധ്യായം ഫൻതീൻ എന്ന് പറയുന്ന ആ ഒരു, അതിലെ നായികയെന്ന് വിളിക്കുക, പിൻകാലത്തെ നായിക കൊസത്ത്, നമുക്കിവിടെ കാണാവുന്ന ആ ചിത്രം, ഫൻതീൻ എന്ന് പറയുന്ന ആ അബലയായ, തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന വേശ്യയായ ഒരു സ്ത്രീയുടെ മകളായിട്ടുള്ള കൊസത്തിൻ്റെ ദൃശ്യമാണ്. എന്തായാലും ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയി, അത് ആദ്യ വായനയിലും ഇപ്പോൾ ഒന്നുകൂടിയൊക്കെ വായിക്കുമ്പോഴും ആ ദീർഘമായ 1-ാം പുസ്തകത്തിന് ആ ഒരു സ്ത്രീയുടെ പേരാണിട്ടത്. ആ സ്ത്രീ അതിലെ പ്രമേയത്തിൻ്റെ ഒരു ഉപഘടകമായിട്ടാണ് വരുന്നതെങ്കിലും എല്ലാ കഥകളും ചെന്നു ചേരുന്ന ആ ഒരു വലിയ സങ്കടമായിട്ട്, ഒരു വലിയ ദാരിദ്ര്യാവസ്ഥയായിട്ട് സ്ത്രീയുടെ, അമ്മയുടെ ആ ഒരു ദാരിദ്ര്യത്തെ അവിടെ ഹ്യൂഗോ വെച്ച് നിർത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഫൻതീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേര് ഇട്ടുകൊടുക്കുന്നതിലൂടെ. അപ്പം അങ്ങനെ ഡി എന്ന് പറയുന്ന നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കൊടുക്കുന്ന ഒരു മഞ്ഞക്കാട് എങ്ങനെയാണ് വിക്ടോറിയൻ കാലഘട്ടത്തിലും അതുപോലെ തന്നെ മറ്റെല്ലാ ഇടങ്ങളിലും എങ്ങനെ കുറ്റവാളികളെ കണ്ടിരുന്നു എന്നതിൻ്റെ ആ ഒരു മഞ്ഞക്കാട് കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു നഗര കവാടത്തിലേക്ക് കുറ്റവാളിക്ക് കടക്കാൻ പറ്റുന്നുള്ളൂ. അതായത് കുറ്റവാളി അല്ലാതാകുന്ന സന്ദർഭത്തിലും അയാളെ പിന്തുടരുന്ന ഒന്നായിട്ട് അധികാരത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും ഭാഗത്ത് നിന്ന് അയാളുടെ മേൽ നമ്മൾ ചാപ്പകുത്തിയിടുന്നത് പോലെ ഒരു മഞ്ഞക്കാർഡ് അയാളുടെ കയ്യിലുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ടാണ് ഡി നഗരത്തിലേക്ക് അയാൾ പ്രവേശിക്കുന്നത്. 4 ദിവസം നീണ്ടുനിന്ന ദീർഘമായ യാത്രയ്ക്ക് ഇടയിലാണ് അയാൾ ഡി നഗരത്തിലേക്ക് എത്തുന്നത്. പല 2 ഹോട്ടലുകളിലേക്ക് കയറുന്നു. 1-ാമത്തെ ഹോട്ടലിൽ പണമുണ്ടോ എന്ന ചോദ്യത്തിന് പണമുണ്ട്, വർഗം അവിടെ മാറുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇയാളുടെ രൂപം കണ്ടപ്പോൾ സംശയം തോന്നി. പരിചാരകൻ്റെ കൈവശം ഹോട്ടലുടമ നഗര കവാടത്തിലേക്ക്, ടൗൺ ഹാൾ എന്നാണ് നാലപ്പാടൻ കൊടുക്കുന്ന ആ ഒരു വാക്ക് തന്നെ. അപ്പോൾ ടൗൺ ഹാളിലേക്ക് അവിടെ കൊടുത്തയക്കുകയാണ്. അപ്പോൾ മറുപടി കിട്ടുന്നു, ശരിയാണ്, ഇത് ഴാങ്വാൽ ഴാങ് എന്ന് പറയുന്ന അതിഭീകരൻ, അതിൽ കൂടുതലായിട്ട് നമ്മൾ ഭയക്കേണ്ട ഒരാളാണ്. അതിൻ്റെ കാരണം സാധാരണ ശിക്ഷ കൂടാതെ തണ്ടുവലി ശിക്ഷ, അന്നത്തെ ശിക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഒരു നരക ശിക്ഷയായിട്ടുള്ള, കപ്പലുകളിലൊക്കെ തന്നെ തണ്ടുവലിക്കുന്ന തരത്തിലുള്ള തണ്ടുവലി ശിക്ഷയൊക്കെ കഴിഞ്ഞു വരുന്ന ഒരാൾ, പക്ഷേ വിധിച്ചിരുന്ന ശിക്ഷയേക്കാൾ 4 വർഷം കൂടുമ്പോൾ തടവ് ചാടി പിടിക്കപ്പെട്ട് 19 വർഷമാകുന്ന ശിക്ഷയുടെ ഉടമ. അപ്പോൾ ഇത് കാണുന്നതോടുകൂടി എല്ലായിടത്തു നിന്നും അയാൾ മാറ്റപ്പെടുകയാണ്. ഇങ്ങനെ മാറിയിട്ടാണ് അവസാനം നമ്മുടെ ഡിയിലെ മെത്രാൻ്റെ ആ ഒരു ബിഷപ്പിൻ്റെ ഇതിലേക്ക് അവിടെ എത്തുന്നത്. അവിടുത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടതില്ല.
ഹോട്ടലുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് വരുന്ന ഴാങ് വാൽറാങ് പറയുന്ന ഒരു വാചകമുണ്ട്: ചതഞ്ഞമർന്നു കഴിഞ്ഞ ആളുകൾ പിന്നോക്കം നോക്കുക പതിവില്ല. പിന്നോക്കം നോക്കാൻ ഭയമാണ്. മുന്നോട്ട് നോട്ടത്തിനുള്ള വകയില്ലെങ്കിലും പിന്നോട്ട് നോക്കാതെ അത്രയും അശരണനായി പോകുന്നയാളോട് ഒരു വൃദ്ധ പറഞ്ഞ ഒരു സൂചനയിൽ നിന്നാണ്, ആ വിളക്ക് കാണുന്ന ഇടത്തേക്ക് നോക്കൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് കുടിക്കാനൊരു കോപ്പ സൂപ്പും ഒരു വൈക്കോൽ കിടക്കിയെങ്കിലും കിട്ടാതിരിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ നമ്മൾ കേട്ട മെത്രാൻ്റെ അരമനയില്ലാത്ത മെത്രാൻ്റെ ഒറ്റമുറി വീട്ടിലേക്ക് അയാൾ എത്തിപ്പെടുന്നത്. അവിടെ വെച്ച് ഈ കുറ്റങ്ങളെയും പാപങ്ങളെയും സംബന്ധിച്ച ദീർഘമായ ആന്തരിക ഭാഷണങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ. അത് നേരത്തെ പറഞ്ഞ പോലെ പല പുസ്തകങ്ങളുടെ ഒരു ചേരുവ അതിനകത്തുണ്ട്. അതിലെ 4-5 വരികൾ മാത്രം വായിക്കാം. അതിനു മുൻപ് മെത്രാൻ തന്നെ പറയുന്നൊരു വിശേഷണമുണ്ട്: ഒരു രാജിവെച്ച പാപിയാണ് ഞാനെന്ന്. അതായത് കുറ്റവാളി എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് ഇവിടെ മെത്രാൻ്റെ ജീവിതത്തിലും ഒരു പൂർവാശ്രമമുണ്ട്. വിവാഹിതനായിരുന്നു, പക്ഷേ ആഭ്യന്തര യുദ്ധങ്ങളുടെ കാലത്ത് പലയിടങ്ങളിലും പോവുകയും ഏറ്റവും കുറ്റകൃത്യങ്ങൾ എന്ത് എന്ന് സൂചിപ്പിക്കുന്നില്ലെങ്കിലും ഒട്ടും തന്നെ വിശുദ്ധനല്ലാത്ത ഒരു പൂർവാശ്രമമുള്ള ആളാണ്. അദ്ദേഹം തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് രാജിവെക്കപ്പെട്ട ഒരു പാപിയാണ് ഞാനുമെന്നാണ്. മനുഷ്യന് അവൻ്റെ മേൽ അവൻ്റെ ദേഹമുണ്ട്. അത് അവനുള്ള ഭാരവും പ്രലോഭന സാധനവുമാണ്. അതിനെ അവൻ കൂടെ വലിച്ചുകൊണ്ടു പോകുന്നു. അതിൻ്റെ ആവശ്യങ്ങൾക്ക് അവൻ വഴങ്ങിക്കൊടുക്കുന്നു. അവൻ അതിനെ കാക്കണം, കീഴിൽ നിർത്തണം, ശിക്ഷിക്കണം. ഒടുവിലത്തെ കൈയായി മാത്രം അവൻ അതിനെ അനുസരിക്കണം. ഈ അനുസരണത്തിൽ കൂടിയും എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കാം. പക്ഷേ ആ ചെയ്യപ്പെടുന്ന തെറ്റ് ക്ഷമിക്കത്തക്കതാണ്. അതൊരു വീഴ്ച തന്നെ. പക്ഷേ ആ വീഴ്ച കാൽമുട്ടിന്മേലത്രേ. അത് ഈശ്വരവന്ദനത്തിൽ ചെന്ന് അവസാനിക്കാം. മറ്റൊരു വാചകം: ഭൗതികമായ സകലതും പാപത്തിന് അധീനമാണ്. പാപം എന്നത് ഒരു കേന്ദ്ര ആകർഷണമത്രേ. പാപം ചെയ്തവനല്ല തെറ്റുകാരൻ, മറിച്ച് ആ നിഴലുണ്ടാക്കിയവനാണ്. ഒപ്പം ഴാങ് വാൽറാങ് തന്നെ അതേ അധ്യായത്തിൽ, പുസ്തകം 2-ലാണത് വരുന്നത്, അധപ്പതനം എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ ഭാഗം 7 നിരാശതയുടെ അന്തർഭാഗം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്താണ് വരുന്നത്. കുറ്റത്തെ പൊടിച്ചു തകർക്കുന്ന വിധം ശിക്ഷയുടെ കനം അധികമാകുന്നുണ്ടല്ലോ. കുറ്റത്തെ പൊടിച്ച് തകർക്കുന്ന വിധം ശിക്ഷയുടെ കനം അധികമാവുന്നുണ്ടല്ലോ. ഴാങ് വാൽറാങ്ങിൻ്റെ ചിന്തകളാണ്. ശിക്ഷ അശക്തൻ്റെ മേൽ ശക്തൻ ചെയ്യുന്ന ഉപദ്രവമാകുന്നു. ഒരുത്തനോട് സമുദായം മുഴുവൻ ചെയ്യുന്ന അപരാധമാകുന്നു. 19 കൊല്ലം എനിക്കുമേൽ ആവർത്തിക്കുന്ന കുറ്റമാകുന്നു. അപ്പോൾ കൃതിക്കകത്തു നിന്ന് തന്നെ എങ്ങനെയാണ് തനിക്കുമേലുണ്ടായ അല്ലെങ്കിൽ താൻ ചെയ്തു പോയ കുറ്റത്തെയും തനിക്കുമേൽ വിധിക്കപ്പെട്ട ശിക്ഷയെയും വീണ്ടും തുടരുന്ന ആജീവന കാലമുള്ള ഴാവേർ അടക്കമുള്ള ആൾക്കാർ അയാൾ ചെയ്യുന്ന, കാരണം ഴാവേർ മാത്രമല്ല, ഏറ്റവും അവസാനം കൊസത്തിനെ വിവാഹം കഴിക്കുന്ന മരിയൂസ്, ഏറ്റവും അവസാനം ഇയാൾ തണ്ടുവലി ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട എത്രയോ വർഷങ്ങൾക്ക് മുമ്പത്തെ തടവുപുള്ളി തന്നെയാണെന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ ഇനി ഇവിടെ നിൽക്കേണ്ടതില്ലല്ലേ എന്ന് ഴാങ് വാൽറാങ് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ തീരുമാനിക്കുന്നതാകും ഉചിതം എന്ന് പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ ജീവൻ രക്ഷിച്ചത് ഇദ്ദേഹം തന്നെയാണെന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിലാണ് മാനസാന്തരം വന്ന് ഒരു കുറ്റവാളിയുടെ പൂർവ്വചരിത്രത്തെ അപ്പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി അതിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് മരിയൂസ് കൊസത്തുമായി ചേർന്ന് വീണ്ടും ഴാങ് വാൽറാങ്ങിൻ്റെ വീട്ടിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് തൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതും, എന്നാൽ അധിക നാളുകൾക്ക് ഇടം കൊടുക്കാതെ ഒരു പ്രതീക്ഷയ്ക്ക് എല്ലാ പ്രതീക്ഷകളെയും കവച്ചു വെച്ചുകൊണ്ട് നായകൻ മരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറ്റത്തെയും ആവർത്തിക്കപ്പെടുന്ന കുറ്റങ്ങൾ, ഒരു സമാന്തരമായ എല്ലാ കുറ്റങ്ങളെയും നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ? ഴാങ് വാൽറാങ് തന്നെ ചെയ്യുന്ന ആദ്യത്തെ കുറ്റത്തെ വായനക്കാർ ഒരുപക്ഷെ 1925 വായനക്കാരും 2025 വായനക്കാരും ഴാങ് വാൽറാങ് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ആ ഒരു പട്ടികയെ എത്രത്തോളം നമ്മൾ ഇന്ന് അപഗ്രഥിക്കുമ്പോൾ എങ്ങനെ കാണുമെന്നുള്ളതൊരു വലിയ വിഷയമാണ്. ആദ്യത്തേത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വർഗപരമായ ഉള്ളടക്കത്തിൽ മാനുഷികമായ ഒരു പരിഗണനയുടെ പുറത്ത് നമുക്കൊരു തെറ്റോ കുറ്റമോ ആയിട്ട് നമുക്കൊരിക്കലും തന്നെ അന്നും ഇന്നും പരിഗണിക്കാൻ പറ്റില്ല. വിശപ്പടക്കുന്നതിനുള്ള, അതും തൻ്റെ വിശപ്പല്ല, തൻ്റെ സഹോദരിയുടെയും മക്കളുടെയും വിശപ്പടക്കാനുള്ള ഒരു കഷണം റൊട്ടിയാണ് അവിടെ പിടിക്കപ്പെട്ടത്. രണ്ടാമത്തേത് പക്ഷേ മെഴുകുതിരിക്കാലുകളാണ്. മൂന്നാമത്തേത് ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് 40 സൂനാണയങ്ങൾ, അതാണ് അവിടുത്തെ സൂനാണയങ്ങളെ തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഒരു അപ്രതിരോധ്യമെന്നോ പ്രലോഭനങ്ങളുടെ ഇതിൽ പെട്ടുപോയതെന്നൊക്കെ തോന്നാവുന്ന രീതിയിലുള്ള നിരന്തര സംഘർഷങ്ങൾ, കുറ്റവാളിക്കകത്ത് നടക്കുന്ന ആന്തരിക സംഘർഷങ്ങളുടെ ഒരു തലം.
ഒരുപക്ഷെ റാങ്വാളിറാങ്ങിന് തന്നെ ഉത്തരം കൊടുക്കാനാകാതെ പോകുന്ന പല സന്ദർഭം, പിന്നെയും താൻ എന്തിനാണ്, പക്ഷേ ഈ അവസാനം വരെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്ത നാണയങ്ങളും ഒപ്പം തന്നെ താൻ മോഷ്ടിച്ചെടുത്ത മെഴുകുതിരിക്കാലുകളും തൻ്റെ മുറിയിൽ അദ്ദേഹം അവസാനം വരെ സൂക്ഷിച്ച് വെക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊരു എങ്ങനെ നമ്മൾ ഇത്തരം പല തരത്തിലുള്ള കുറ്റങ്ങളെ, ചിലതിനെ നമുക്ക് തെറ്റ് എന്ന് വിളിക്കാമെന്നും തിരിച്ചെടുക്കാനാകാത്തതും തിരുത്തൽ സാധ്യമാകാത്തതുമായ ചില കാര്യങ്ങളെ, ചില ഹിംസകളെ ഒക്കെ നമുക്ക് കുറ്റം എന്ന് തന്നെ വിളിക്കേണ്ടി വരുന്നതുമായ ഒരു സാമൂഹിക സാഹചര്യം പിന്നീട് ഉണ്ടാകുന്നുണ്ട്. പാവങ്ങൾ ഉണ്ടാവുകയും അത് ലോകജനത വായിക്കുകയും ചെയ്ത സന്ദർഭത്തിലെ കുറ്റത്തെ നിർണയിക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ഘടകമായിട്ട്, ബാഹ്യ സാംസ്കാരിക ഘടകങ്ങളിൽ ഒന്നായിട്ടാണ് നമുക്കവിടെ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ വർഗപരമായ അതിൻ്റെ ഉള്ളടക്കത്തെ നമുക്ക് കാണാൻ സാധിക്കുക. അടിസ്ഥാന വിഭവ ലഭ്യതയും സമ്പത്തിൻ്റെ ഏകദേശമുള്ള വിതരണത്തിൻ്റെ നീതിയും ഒക്കെയുള്ള ഒരു ആധുനിക സമൂഹത്തിൽ കുറ്റത്തെയും കുറ്റവാളിയെയും നമ്മൾ എങ്ങനെ കാണണം എന്നത് വളരെ ഒരു കൂടുതൽ ആഴമുള്ള, കൂടുതൽ മറ്റൊരു തരത്തിൽ സമീപിക്കേണ്ട മറ്റൊരു വിഷയമായിട്ട് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊരു സന്ദർഭം മെത്രാൻ തന്നെ പറയുന്ന മറ്റൊരു ഭാഗമാണ്, ആ മെഴുകുതിരിക്കാലുകൾ നമ്മളുടേതാണോ എന്നുള്ള ചോദ്യമാണ്. ഇത് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുറ്റത്തെ കാണുന്നതിൻ്റെ ഒരു സമീപനമാണ് പാവങ്ങൾ നമുക്ക് നൽകുന്നത്. ആ മെഴുകുതിരിക്കാലുകൾ ഞാൻ അയാൾക്ക് കൊടുത്തതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റത്തെ കുറ്റമല്ലാതാക്കുന്ന ആ ഒരു സന്ദർഭമാണ് ലോക ജനത മുഴുവനും ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഒരു സന്ദർഭം. എത്രയോ ടെക്സ്റ്റ് ബുക്കുകൾ ഇതാ ഇപ്പോഴും നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സിൽ അത് പഠിക്കാനുണ്ട്, ഇനിയിപ്പോൾ മാറാൻ പോവുകയാണ്. എന്നാലും ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ എന്നല്ല പല പല സിലബസുകളിലൂടെ ഓരോ തലമുറയിലേക്കും എത്തിപ്പെടുന്ന കാരുണ്യത്തിൻ്റെ മാനവികതയുടെ സന്ദർഭം അതാണ്. എന്നാൽ വർഗപരമായ ആ ഒരു ഉള്ളടക്കത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ എനിക്ക് കൂടുതൽ ആഴമുള്ള ഒരു സന്ദർഭമായിട്ട് തോന്നിയിട്ടുള്ളത്, കൂടെ താമസിക്കുന്ന 2 സ്ത്രീകൾ മെത്രാൻ അച്ഛനോട് കുറച്ച് പരിഭവത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, അത് അമ്മ നൽകിയ തറവാട്ട് സ്വത്ത് പോലെ സൂക്ഷിക്കുന്ന സംഗതിയാണല്ലോ, അത് പോയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആ മെഴുകുതിരിക്കാലുകൾ, കരണ്ടികൾ നമ്മുടേതായിരുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് സത്യത്തിൽ സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു ചോദ്യം. പാവങ്ങളുടെ വിവർത്തനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കേരളത്തിലെ ഉഴുത് മറിച്ച് വെടുപ്പാക്കിയിട്ട അല്ലെങ്കിൽ പര്യാപ്തമാക്കിയിട്ട നവോത്ഥാനത്തിൻ്റെയും പുരോഗമന ഇടങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല പൊട്ടിമുളച്ച് മഹാവൃക്ഷമാകാവുന്ന ഒരു വിത്ത് വീണതുപോലെ എങ്ങനെ പാവങ്ങൾ പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു ഉത്തരവും ഇതിനകത്തുണ്ട്. ഒരു കള്ളനും തട്ടിയെടുത്ത് കൊണ്ടുപോയില്ലെങ്കിലും തങ്ങളുടെയൊക്കെ നിലവറകളിൽ, തങ്ങളുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ തങ്ങളുടെയൊക്കെ പാരമ്പര്യ പൈതൃക ഇടങ്ങളിൽ ബാക്കിയായിട്ടുള്ള മെഴുകുതിരിക്കാലുകളുടെയും കരണ്ടികളുടെയും അധിക ഭാരം കൊണ്ട് നിറഞ്ഞിരുന്ന കേരളത്തിൻ്റെ ഒരു ഉപരിവർഗ മനസ്സിലേക്ക് തന്നെയാണ് മെത്രാൻ്റെ ഈ ചോദ്യവും ചെന്ന് തറച്ചിട്ടുണ്ടാവുക. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും വള്ളത്തോളും നാലപ്പാടനും ഒക്കെ അല്ലെങ്കിൽ ഈ വിവർത്തനത്തിൻ്റെ ഒരു തൃത്വത്തെ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഏറ്റെടുക്കപ്പെട്ടത്? അപ്പോൾ ഇതിനകത്ത് കുറ്റബോധം കലർന്ന വർഗപരമായ ഒരു സ്വയവിമർശനത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. ആരും ചോദിക്കാതെ തന്നെ ഈ ചോദ്യം കേരളത്തിലേതടക്കമുള്ള ലോകത്തിലെ എല്ലാ പ്രഭു വർഗങ്ങളിലും പ്രതിധ്വനിച്ചിരിക്കാവുന്ന ഒരു ചോദ്യം, ചിന്തിക്കുന്ന അല്ലെങ്കിൽ പുരോഗമന പക്ഷത്ത് നിന്നുകൊണ്ട് വിമർശനപരമായി ചിന്തിച്ചിരിക്കാവുന്ന എല്ലാ പ്രഭുവർഗങ്ങളിൽ നിന്നും ഉയർന്നൊരു ചോദ്യമാണ്, ആ മെഴുകുതിരിക്കാലുകൾ, കരണ്ടികൾ നമ്മുടേതായിരുന്നുവോ എന്നുള്ളത്. ആ ചോദ്യമാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു കുറ്റത്തെയും കുറ്റവാളിയെയും സംബന്ധിച്ച് ഇന്നത്തെ ഒരു വായനയിൽ പാവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കറക്ഷണൽ ജസ്റ്റിസ്. അതിനൊരു മലയാളം 2-3 മലയാളങ്ങൾ തപ്പി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പരിഹാര നീതി എന്ന് പറയാം, പുനഃസ്ഥാപന നീതി എന്ന് പറയാം, നേരിട്ട് ഇംഗ്ലീഷിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഒരു തിരുത്തൽ നീതി എന്ന് വേണമെങ്കിലും പറയാം. 1990കളുടെ അവസാനത്തിൽ വികസിക്കുകയും ക്രിമിനോളജിയിലും ഒപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്തേക്കും ഉൾച്ചേർക്കണമെന്ന് സാമൂഹിക പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെയും സോഷ്യോളജിയുടെയും ഒക്കെ ഇടങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഗതിയാണത്. പരിഹാര നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കുറ്റങ്ങളെ കാണുക എന്നുള്ളത്.
അങ്ങനെ കുറ്റങ്ങളെയും കുറ്റവാളികളെയും സംബന്ധിച്ച പുതിയ ഈ ഒരു സാമൂഹിക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഡിയിലെ മെത്രാനെ നോക്കിക്കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ പാവങ്ങൾ ഇന്ന് ലോക ജനതയ്ക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ഈ ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആശയമാണ് ഈ പറയുന്ന പരിഹാര നീതി എന്നുള്ളത്. കുറ്റത്തെ കുറ്റവാളിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, അഥവാ അതിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ ഉള്ളിലുള്ള സാങ്കേതിക കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ തന്നെ ആ കുറ്റത്തെ മറ്റൊന്നായിട്ട് ഒരു സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗത്ത് നിന്നുകൂടി കാണുകയും അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിന് രണ്ടിടങ്ങളിൽ നിന്നുമുള്ള ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുക എന്നുള്ളത്. എത്ര പേർക്ക് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക സാഹചര്യങ്ങളിൽ ഇതിന് സാധിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന്. സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലുമൊക്കെ തന്നെ ശിക്ഷയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാനിട വന്നിട്ടുണ്ട്. റിട്ടയർ ചെയ്ത അധ്യാപകർ തന്നെ പൊതു ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചൂരൽ പറിച്ചെടുത്തതാണ്, അല്ലെ, ശിക്ഷയെ സംബന്ധിച്ച ധാരണകൾ വീണ്ടും വരുന്നു. അതായത് ഒരു ബൈനറിയിലേക്ക്, ഒന്നുകിൽ ആ അറ്റത്തേക്ക് അല്ലെങ്കിൽ ഈ അറ്റത്തേക്ക് എന്ന് പറയുന്ന ആ ഒരു ദ്വന്ദ്വപരമായ സമീപനം ഇന്ന് കേരള സമൂഹത്തിൽ മുറുകി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് പാവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പുനഃസ്ഥാപന നീതിയുടെ അല്ലെങ്കിൽ പരിഹാര നീതിയുടെ ഈ ഒരു ആശയത്തിന് വലിയ സാങ്കത്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം അധ്യാപകരുടെ കയ്യിലേക്ക് വടി ചൂരൽ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരാശയത്തിന് ഇന്ന് വലിയ പ്രാധാന്യം കിട്ടുന്നുണ്ട്. അപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. ശിക്ഷയും ശിക്ഷണവും തമ്മിൽ ഇടകലർന്നിരിക്കുന്ന നമ്മളുടെ ഒരു ചിന്തയെക്കുറിച്ച് കൂടിയാണ്. ശിക്ഷയല്ല ശിക്ഷണമായിട്ട് വരേണ്ടത്. ഒരാൾ ഏതെങ്കിലും ഒരു ഗുരുവിന് കീഴിൽ 10 വർഷം 10 വർഷത്തെ ശിക്ഷണത്തിനൊടുവിൽ വിദ്യ പ്രദർശിപ്പിച്ചു അല്ലെങ്കിൽ അരങ്ങേറ്റം നടന്നു എന്നൊക്കെ നിൽക്കുമ്പോൾ 10 വർഷവും ചൂരലുകൊണ്ടോ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടോ ശിക്ഷ നടത്തി എന്നല്ല അർത്ഥം. ആ ശിക്ഷയിൽ ഒരു തരത്തിലുള്ള ഒരു മാതൃകാപരമായ കാണിച്ചു കൊടുക്കലുണ്ട്, ഒരു മോഡൽ ആയിട്ട് അവിടെ മാറുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ തിരുത്തലുണ്ട്, അതിൽ നേരത്തെ പറഞ്ഞ പരിഹാര നീതിയുണ്ട്. ഒരു കുറ്റത്തെ കുറ്റവാളിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് മറ്റൊന്നാക്കി മാറ്റുന്ന, അയാളിൽ എക്കാലത്തേക്കും ഒരു ആത്മീയ ശിക്ഷണമായിട്ട് വർത്തിക്കുന്ന ഒന്നായിട്ട് അതിനെ വ്യതിചലിപ്പിക്കുന്ന ഒരു സംഗതി മെത്രാൻ ചെയ്തതുപോലെ അതിൻ്റെ ഉടമയെ ആ വർഗപരമായിട്ട് ആ മെഴുകുതിരിക്കാലുകളുടെ ഉടമസ്ഥതയെ മറ്റൊരു രീതിയിൽ പുനർവിതരണം തന്നെയാണ് അവിടെ നടന്നത്. ശരിയായ അർത്ഥത്തിലുള്ള സമ്പത്തിൻ്റെ പുനഃക്രമീകരണങ്ങൾ വഴിതെറ്റുമ്പോൾ അല്ലെങ്കിൽ അതിന് ഇടമില്ലാതെയാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തട്ടിപ്പറിച്ചെടുക്കുന്ന വിതരണത്തെ നമ്മൾ കൊള്ളയും കൊലയും അല്ലെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പറിയുമായിട്ട് മാറുന്നിടത്ത് അതിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണം എന്ന് തന്നെയാണ് സമകാലിക സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ കിട്ടുന്ന ഒരു തോന്നൽ. പുറത്തുള്ള സമൂഹത്തേക്കാൾ തൻ്റെ ആന്തരികമായ ന്യായബോധത്തോടാണ്. ഇനി ഈ കുറ്റവാളിക്കകത്തെങ്ങനെയാണ് ഈ സമൂഹം പ്രവർത്തിച്ചത്? റാങ്വാൾറാങ് അവസാനം വരെ പുറത്തുള്ള സമൂഹത്തെ വലിയ കൂസലൊന്നും നടത്തിയതായിട്ട് നമുക്ക് തോന്നാൻ നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ളൊരു തെളിവുകളല്ല കിട്ടുന്നത്. അയാൾ അവിടെ പ്രതിരോധിക്കുന്നുണ്ട്. വെട്ടിച്ചു പോകേണ്ട ഇടങ്ങളിൽ ശവക്കുഴിയിൽ നിന്ന് പോലും അയാൾ ഉയർന്നെഴുന്നേറ്റ് അയാൾ പോകുന്നുണ്ട്. എങ്കിലും സമൂഹത്തെ തൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന ന്യായ അന്യായ ചിന്തകളുടെ ഉള്ളിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ, ഒരു ഘടകമായിട്ട് റാങ്വാൾറാങ് പരിഗണിക്കുന്നേയില്ല. മറിച്ച് താൻ കളവ് നടത്തി വിജാഗിരി തുറക്കുന്ന സമയത്ത് ഒരു ശബ്ദമുണ്ടായി അവിടെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് ഇത്രയുമാണ് ചിന്തിക്കുന്നത്. പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറുന്നതും ഭയം ജനിപ്പിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരികുറ്റിയുടെ കരച്ചിലൊച്ച അയാളുടെ ചെകിട്ടിൽ അലച്ചു. പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ, അതായത് ഈ ഒരു ലോകത്തിനകത്തുള്ള പ്രതിക്രിയകളെക്കുറിച്ചോ ശിക്ഷാവിധികളെക്കുറിച്ചോ റാങ്വാൾറാങ് വലിയ ബോധവാൻ അല്ല, അഥവാ അതിനെ അദ്ദേഹം പരിഗണിക്കുന്നേയില്ല. അവസാനത്തിൽ മറ്റെല്ലാ കാര്യങ്ങൾ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു സമയത്തും ഔപചാരികമായ മറ്റ് ശുശ്രൂഷകൾക്കൊന്നും അല്ലാതെ ചുറ്റും താൻ കാണുന്നത് ആ മെത്രാൻ്റെ രൂപമാണ്, അയാൾ കണ്ണുന്നുണ്ടായിരിക്കാം എന്ന് ഹ്യൂഗോവിൻ്റെ വാചകങ്ങളിലൂടെ നമുക്കതിൽ വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തൻ്റെ ആന്തരികമായ ഒരു മനസ്സാക്ഷി കോടതിയുടെ ഉള്ളിൽ മാത്രമാണ് ഇവിടെ ആ കുറ്റവാളി
താൻ ചെയ്ത കുറ്റത്തെയും തനിക്ക് കിട്ടിയതും യഥാർത്ഥത്തിൽ താൻ അർഹിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ശിക്ഷാവിധികളെയും അയാൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പം ഇത്രയുമാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ഒന്നാകെ സമാധാനത്തെയും ക്രമത്തെയും ഇല്ലായ്മ ചെയ്യുന്നതാണ് കുറ്റം എന്ന് നമുക്ക് പറയാമെങ്കിൽ അതിനെ ഒരു വ്യക്തിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ലാതെ അതുമായിട്ട് ഇടപെടുന്ന എല്ലാവരിലേക്കും സമൂഹത്തിലേക്കും പൊതുവേ ഒരു സന്ദേശമായിട്ട് പകർന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഇപ്പം നമ്മൾ സോഷ്യൽ പാരൻറ്റിങ് എന്നൊക്കെയുള്ള വാക്കിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. സാമൂഹികമായ ഉത്തരവാദിത്വം, സാമൂഹികമായ ഒരു വളർത്തൽ, അല്ലെങ്കിൽ ഒരു രക്ഷാകർതൃത്വം, സാമൂഹികമായ രക്ഷാകർതൃത്വം തുടങ്ങിയ വാക്കുകൾ പോലെ തന്നെ സാമൂഹികമായ ഒരു പരിഹാര നീതി അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ നമ്മൾ കുറ്റത്തെയും കുറ്റവാളിയെയും കാണണം എന്നുള്ള ഒരു ചിന്തയായിട്ട് പാവങ്ങൾ എന്ന നോവലിലെ റങ്വാൾ ഖാൻ്റെ ജീവിതകഥയെ നമുക്ക് ബന്ധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.